തലയെക്കൂടെ ഒഴിക്കും ഞാൻ. നിന്റെ കൈ കാണിച്ച എന്റെ കൈ ഓടിക്കണ്ട. പ്രാന്തിത്തി ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ പായസമാണ് ഇന്ന് ഉണ്ടാക്കി നോക്കിയത്. ദിസ് ഇസ് കൈൻഡ് ഓഫ് പ്രാങ്ക് പായസം. ഞങ്ങളുടെ വ്ലോഗ് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഈ കുഞ്ഞു പ്രാങ്ക് വ്ലോഗ് ഒന്ന് കണ്ടു. വെൽക്കം ടു കാക്കിശ്ശേരീസ് വ്ലോഗ്. അങ്ങനെയല്ലല്ലോ പറയാം. കാക്കിശ്ശേരീസിന്റെ വ്ലോഗിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് ഞാൻ ലുബ്നാന്റെ കൂടെ ജെഫിനുമുണ്ട്. അപ്പോൾ ഞാനിന്ന് ഇങ്ങനെ ബിസി ഡേ ആയിരുന്നു. ഒരു വ്ളോഗൊക്കെ ചെയ്യാനൊരു വിളിച്ചിട്ടുണ്ടായിരുന്നു. കുക്കിംഗ് വ്ളോഗാണ്. അപ്പോൾ കുക്കിംഗ് വ്ളോഗ് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ ചെയ്തപ്പോൾ കുറച്ച് പേർക്ക് ഇഷ്ടമായി. അപ്പോൾ അതിൻ്റെ ബേസ് ചെയ്തിട്ട് കുറച്ച് കുക്കിംഗ് വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി പറഞ്ഞു തരുന്നത് അമ്മയാണ്. നമ്മളിപ്പോൾ അമ്മേനെ വിളിച്ച് അമ്മയുടെ നിന്ന് റെസിപ്പി ഫ്രഷായിട്ട് വാങ്ങിയിട്ട് ഫ്രഷായിട്ട് കിച്ചണിൽ പോയിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും. സിമ്പിൾ ഐറ്റമാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ബീഫും കായ ഉണ്ടാക്കി. ഈ പ്രാവശ്യം മധുരത്തിന് വേണ്ടിയിട്ട് മധുരത്തിന് വേണ്ടി ഉണ്ടാക്കുമ്പോൾ എന്താ വീറ്റ് പായസം, ഗോതമ്പ് പായസം. ഉഷാറില്ല. ഇപ്പോൾ ഞാൻ റമ്മി കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ വിളിച്ചിട്ടുണ്ടോന്ന് ആ സീനൊന്ന് കണ്ടു നോക്കാതെ. വ്ളോഗ് എടുക്കണം എന്നിട്ട് ഇവിടുന്ന് റമ്മി കളിച്ചോണ്ടിരിക്കുക. റമ്മി എൻ്റെ ലോക്ക്ഡൗൺ സമയത്ത് ആശ്വാസമായിരുന്നു. നീ പോലും തരാത്ത ഒരു ആശ്വാസമായിരുന്നു എനിക്ക് റമ്മി. തമാശ പറഞ്ഞല്ല. ലോകത്തിലെ എവിടുത്തെ ആൾക്കാരായിട്ട് വേണമെങ്കിൽ നമുക്ക് കളിക്കാം. പിന്നെ എന്താ പറയാ, ഇത് വളരെ ഈസിയാണ് ഡൗൺലോഡ് ചെയ്യാൻ. നമുക്ക് കളിക്കാന്നേ. നമുക്ക് പറമ്പിലോ അല്ലെങ്കിൽ എന്താ പറയാ മരത്തിന്റെ ചുവട്ടിൽ പോയി കളിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ ഇല്ലീഗൽ കളികളാണ്. പോലീസിനെ പിടിച്ചോണ്ടോ. ഇത് ലീഗലാണ്. ഒരു മിനിറ്റ്. ആപ്പ് സ്റ്റോറിലുണ്ട്, ഗൂഗിൾ പ്ലേയിലുണ്ട്. ഫ്രീ ആപ്പാണ്. നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കളിക്കാന്നുള്ളൂ. പിന്നെ നമ്മൾ ഇത് ജോയിൻ ചെയ്യുന്ന സമയത്ത് നിസ്സാര പൈസ കൊടുത്ത് 2000 ബോണസ് എന്തൊക്കെ ഉണ്ട്. നമ്മള് കാശ് കൊടുത്ത് അവർ 2000 ഇങ്ങോട്ട് തരും. അടിപൊളി. അപ്പൊ ഇത് ഡൗൺലോഡ് ചെയ്യുക, കളിക്കുക. ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടുണ്ട്. നിങ്ങൾ ഡയറക്റ്റ് കളിച്ച് നോക്കുന്നേ. ഓക്കെ, അരമണിക്കൂർ കഴുകി. ഓക്കെ, കാക്കശ്ശേരിയുടെ കുക്കിംഗ് വ്ളോഗിലേക്ക് എവർക്കും സ്വാഗതം. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഈ ആപ്രം കിട്ടിയിട്ടുള്ള രണ്ടാമത്തെ കുക്കിങ്ങാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ആപ്രം കിട്ടാൻ മറന്നുപോയി. അതിൽ ആർക്കും വിഷമമൊന്നും വന്നില്ലെന്ന് അറിയാം. നമ്മൾ കുക്കിങ്ങിലേക്ക് പ്രോസസ്സിലേക്ക് കിടക്കുന്നു. ഗോതമ്പ് പായസമാണ്. ശർക്കരയൊക്കെ ഇട്ടിട്ടുള്ള ഗോതമ്പ് പായസം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കണേക്കാളും മുന്നേ ഞാൻ അമ്മയുടെ അടുത്ത് ഞാൻ വിളിച്ച് കാര്യങ്ങൾക്ക് അന്വേഷിച്ച് വെച്ചിട്ടുണ്ട് എങ്ങനെ ഉണ്ടാക്കണ്ടേന്ന്. ഇല്ലാത്തൊരു സംഭവം എന്ന് പറയുന്നത് അണ്ടിപ്പരിപ്പും മുന്തിരിയാണ്. അതിന് പകരം ഞങ്ങൾ ഒരു കൃത്രിമ അടയുമാണ്. അതിൽ കപ്പലണ്ടി അടയും. ശരിയാണോ? അതിന് ലഡു വേണ്ടേ സാറേ? നമുക്ക് പിള്ളേരെ നെയ്ക്കണം ഇതാക്കാം. പിന്നെ എന്താ പറയാ, എനിക്കൊരു അസിസ്റ്റന്റിനെ കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അസിസ്റ്റന്റ് നമ്മുടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നത്തെ അസിസ്റ്റന്റ് കണ്ടോ, നമ്മുടെ വൈഫ് തന്നെയാണ്. നമ്മുടെ ഇന്നത്തെ മെയിൻ ഐറ്റമായ നുറുക്ക് ഗോതമ്പ് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞാൻ നേതൃത്വം കൊടുക്കും. പുള്ളിക്കാരി എല്ലാ വർക്കും ചെയ്യും. അതിനിടയിൽ നമ്മൾ അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. ഓക്കെ. അപ്പോൾ ഇതെൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന സംഭവമാണ്. മുന്നേ എന്താ പറയുക, ഒരു കുക്കിംഗ് ചലഞ്ചൊക്കെ ചെയ്തപ്പോൾ പല വെറൈറ്റി സംഭവങ്ങളൊക്കെ ചെയ്തു. അപ്പം ചുട്ടു, സ്റ്റൂ ഉണ്ടാക്കി, ചപ്പാത്തി പരത്തി, മുട്ടക്കറി ഉണ്ടാക്കി, അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. പോർക്ക് വിന്താലു, ബീഫും കായൊക്കെ ഉണ്ടാക്കി. ഇതൊരു സ്വീറ്റ് ആയിട്ടാണ്. നമ്മൾ സ്വീറ്റ് മുന്നുണ്ടാക്കി നോക്കിയിട്ടില്ല. അപ്പോൾ പായസം നമ്മുടെ മലയാളികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സംഭവമല്ലേ. അപ്പോൾ അത് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്നെ അനുഗ്രഹിക്കണം. ചെറിയ ഇനീഷ്യൽ വർക്കുകളൊക്കെ പുള്ളിക്കാരി ചെയ്യും. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമ്മൾ ആണ് എൻ്റെ നേതൃത്വം. ഓക്കെ. കഴുകി വൃത്തിയാക്കിയ സാധനത്തിൽ വെള്ളം വെച്ചു. ഇനി അത് അടയ്ക്കാൻ പോകണം. കുക്കറിൽ വെച്ചിട്ടുണ്ട് ഗോതമ്പ് റെഡിയാവാൻ 2 വിസിൽ വേണമെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണു. അതേ സമയത്ത് തന്നെ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ശർക്കര പാനിയാക്കിയിട്ട് ഉള്ള ഒരു പ്രോസസ്സാണ്. ഒരു 8 അച്ച് ശർക്കരയാണ് എടുക്കുന്നത്. ചിലപ്പോൾ എത്ര എടുക്കുള്ളൂ. 8 പീസ് ഇത് നമ്മൾ അച്ചെടുത്തിട്ടുണ്ട്. ശർക്കരയിലേക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച്
അരക്കപ്പ് ഇങ്ങനത്തെ ഒരു അരക്കപ്പ് സാധാരണ ഇതിൻ്റെ ഒരു കപ്പ് ഫുള്ള് എടുത്തിട്ട് നമ്മളത് പാനിയാക്കാൻ പോകണം. അത് തേങ്ങാപ്പാലിന് വേണമെങ്കിൽ ഒറിജിനൽ തേങ്ങ എടുക്കാം. നമ്മുടെ വീട്ടിൽ ഇഷ്ടംപോലെ തേങ്ങ ഉണ്ടെന്ന് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് വെറുതെ കളയേണ്ട ആവശ്യമില്ല, നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ തേങ്ങാപ്പാൽ 2 രീതിയിൽ വേണം എന്നാണ് എൻ്റെ അമ്മ പറഞ്ഞത്. ഒന്ന് നല്ല പാലും പിന്നെ അല്ല ഫസ്റ്റ് നല്ല പാലും പിന്നെ സെക്കൻഡ് പാലും. ഒന്നാം പാല് രണ്ടാം പാല്. ഒന്നാം പാലും രണ്ടാം പാലും. നല്ല പാലും പൊട്ടപ്പാലും. ഹലോ, അതിൻ്റെ ഉള്ള തേങ്ങ ഇല്ല, തേങ്ങ ചെരവണം. തേങ്ങ ലുലുവിൽ കിട്ടുന്ന സാധനം വാങ്ങിയിട്ടില്ല. ഖത്തറിലല്ല, നാട്ടിലാണ്. ഇവിടെ ഉണ്ട്, ഞാൻ കണ്ടു. അതെയാ? ഇവിടെ ഉണ്ട്, ശരിക്കും വെച്ചിട്ടുണ്ട്. എന്താ നോക്കണം ഫ്രിഡ്ജില്? ഞാൻ അതിന് വേറെ ഒരു എളുപ്പവഴി ഉണ്ടായിട്ടില്ല, മറ്റേ തേങ്ങയുടെ പൊടി വാങ്ങിയിട്ട് നമുക്ക് മിക്സ് ചെയ്താൽ പോലെ. അതിലാ ചെയ്യണേ? അപ്പൊ ഞാൻ ഇന്നലെ ലുലു പോയിട്ട് കോക്കനട്ട് മിൽക്ക് പൗഡർ മാഗിരിയാണ് വാങ്ങിയിട്ടത്. മതിയായിരിക്കും ചോദിക്കുന്നു. ആദ്യത്തെ ദിവസത്തിൽ നോക്കും. വേറെ ഒന്നാം പാല് രണ്ടാം പാല് എങ്ങനെ എടുക്കും? അതെനിക്കറിയാം. ഒന്നാം പാല് രണ്ടാം പാല് എങ്ങനെ എടുക്കും. നമുക്ക് ആദ്യത്തേല് നല്ല കട്ടി കൂട്ടി ഉണ്ടാക്കാം, രണ്ടാമത്തേല് കുറച്ച് കട്ടി കുറച്ചുണ്ടാക്കാം. തട്ടി കൊടുത്താൽ മതി. ജെഫ് അവിടെ ശർക്കരപ്പാനിയൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രാങ്ക് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്നെ തല്ലരുത് നിങ്ങളാരും, ചുമ്മാ ഒരു പരീക്ഷണം ചെയ്ത് നോക്കുകയെന്ന് വിജയിക്കുമ്പോൾ അല്ലെന്ന് അറിയില്ല. ഞാൻ വിചാരിച്ചിരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ അതിന് പകരം വേറൊരു ഐറ്റം കൊടുക്കാനായിരുന്നു. പക്ഷെ ഇപ്പോൾ ജെഫ് അത് ഈസി ആക്കിയിട്ട് തേങ്ങാപ്പാൽ പൗഡർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഐറ്റമാണ് തേങ്ങാപ്പാൽ പൊടിക്ക് പകരം ഞാൻ മിക്സ് ചെയ്തിട്ട് കൊടുക്കാൻ പോകുന്നത് ജെഫിന്. ഇതെങ്ങനെ ആകും, എങ്ങനെ സെറ്റാകും എന്നൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല, ജസ്റ്റ് ഒരു പരീക്ഷണം മാത്രമാണ്. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലാക്കിയിട്ട് ഞാനിപ്പോൾ ജസ്റ്റ് അങ്ങോട്ട് കൊണ്ടുപോയി മാറ്റി വയ്ക്കും. ഇപ്പോൾ പൗഡർ ചോദിക്കുമ്പോൾ ഞാൻ ആ പൗഡർ എടുക്കുന്ന വേജേന് ഇതെടുത്ത് കൊടുക്കുന്നതായിരിക്കും. നോക്കാം. ഈ സാധനം നമ്മുടെ കോക്കനട്ട് മിൽക്ക്, കോക്കനട്ട് മിൽക്ക് പൗഡർ മിക്സ് ചെയ്യും. കപ്പലിക്ക് എടുത്താലും ആ കപ്പൽ അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന പാത്രങ്ങളില്ലേ, അതിൽ പിന്നെ എൻ്റെ ഇവിടെ വേറെ പാത്രം ഉണ്ട്, അതിൽ കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്യാം. പല 2 സെറ്റ് ടൈപ്പ് വേണ്ട. രണ്ട് ടൈപ്പ് പാലിൻ്റെ ആവശ്യമുണ്ടല്ലേ? അപ്പോൾ മറ്റേ ഞാൻ മിക്സ് ചെയ്ത് വെക്കാം. ഇപ്പോൾ എത്ര തേങ്ങാപ്പാൽ എടുക്കേണ്ടി വരും? ഇത്രയും മതിയാവില്ലേ? രണ്ടാം പാലിനല്ലേ? ഇത്രയും എടുത്താൽ മതിയാവില്ലേ? കുറച്ച് കട്ടി പോരെ? ഓക്കെ. അപ്പോൾ ഒന്നാം പാല് ഞാൻ മിക്സ് ചെയ്ത് വെക്കാം. ജെഫ് അത് രണ്ടാം പാലിലിട്ടിട്ട് കുറുക്കിക്കോ. അപ്പോൾ ഞാൻ ഇത് തുറക്കാം. ഏതാ? കുക്കർ തുറന്നിട്ട് ഗോതമ്പിന്റെ ഡീറ്റെയിൽസ് നോക്കാം. ഓക്കെ. ഓൾമോസ്റ്റ് ഫിനിഷ്. ഇനി എന്താ സ്റ്റെപ്പ് അടുത്തത്? ഈ ഗോതമ്പിലേക്ക് നമ്മൾ ശർക്കര പാനി ആഡ് ചെയ്യാം. ഓക്കെ. കൂടുതലുണ്ടോ? നമുക്കൊരു കുറച്ച് മാറ്റിയിട്ട് പാത്രത്തിൽ വെച്ച് മിക്സ് ചെയ്താൽ മതിയാവും. കുറച്ച് മാറ്റി വെക്കാം, അല്ലെങ്കിൽ നമുക്ക് ഫുള്ള് കൂടി ചേർക്കാൻ ബുദ്ധിമുട്ടല്ലേ? ഓക്കെ. എനിക്ക് പ്രശ്നമില്ല, എനിക്ക് ഇതൊന്നും എന്താ പറയാ ഡയബറ്റിക്കിന്റെ പ്രോബ്ലം അല്ല. നിനക്ക് ഡയബറ്റിക്കിന്റെ പ്രോബ്ലം വരാൻ ചാൻസ് ഉണ്ട്. അയ്യോടാ. ശർക്കര പാനി ഒഴിക്കല്ലേ? ഇതില് ഫസ്റ്റ് പാൽ ഒഴിക്കണം. ഫസ്റ്റ് പാൽ ഒഴിക്കണ്ടേ? അതിനൊഴിക്കും. അതല്ലേ ചെഫ് ഒരു ബൗളിൽ. സെക്കൻഡ് പാലാണ്. സെക്കൻഡ് പാലല്ലേ? അപ്പൊ ആദ്യം ഫസ്റ്റ് പാൽ ഒഴിക്കണ്ടേ? ഇത് വെന്തതിന് ശേഷം ഫസ്റ്റ് പാൽ കട്ടിയുള്ളത് അവസാനം ഒഴിക്കണേ. നമ്മളിതില് സെക്കൻഡ് പാൽ ഒഴിക്കണം. നമ്മുടെ അസിസ്റ്റന്റ് ആണ് കുക്ക് ചെയ്യുന്നത്. കുറുകിഞ്ഞ് ഓണാക്കണ്ടേ? പിന്നെ അടുപ്പോണോണ്ട് എങ്ങനെ കുറുക്കുക? അടുപ്പോണാക്കി ശർക്കര പാനിയും ഗോതമ്പും. പിന്നെന്താ അമ്മ പറഞ്ഞു? ഉപ്പിടാൻ പറഞ്ഞു. ഉപ്പ് ഓക്കെ. അപ്പോൾ സംഭവം റെഡിയുണ്ട്. രണ്ടാം പാൽ ഒഴിച്ചു. അതിലേക്ക് അടുത്ത പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാം പാൽ ഒഴിക്കണം. ഒന്നാം പാൽ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ അസിസ്റ്റന്റ്. പിന്നെ ഞാനെന്താ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പാത്രത്തിലേക്ക് എന്താ പറയുക റെഡിയാക്കി പകരാണ്.
അതിലേക്ക് നമ്മൾ രണ്ടാം പാല് മിക്സ് ചെയ്യാനാണ് പോണേ. നമുക്ക് നല്ലൊരു ബൗൾ എടുക്കായിരുന്നല്ലേ? വീഡിയോ എടുക്കുമ്പോ ബൗള് കാണിക്കാണ്ടിരുന്നാ മതി. പാല് വലിയ ബൗള് കിട്ടാത്ത കാരണം അതിന് ചെയ്തതാണ്. ഒന്നാം പാൽ റെഡി ആയിട്ടുണ്ട്. ഞാൻ എടുക്കാൻ ജസ്റ്റ് ഒഴിച്ചു. ഒന്ന് അത് വെള്ളം പാത്രം കാണാത്ത പോലെ ഒഴിച്ചോ. നല്ല കട്ടിയുള്ളതല്ലേ, അതാണ് പാത്രത്തിലേക്ക് കാണിക്കുന്നത്. ഞാൻ നല്ല മിക്സ് ചെയ്യാം. എന്താ വേണ്ടേ? മിക്സ് ചെയ്യാം. പാല് കൂടിയ ഇത്രയും പാൽ ആവശ്യമില്ലേ? കളർ മാറിയില്ല കുറച്ച്. കളറ് ടേസ്റ്റ് ഒക്കെ ഉണ്ടോ? ടേസ്റ്റ് നോക്കണ്ട, അത് ടേസ്റ്റ് നോക്കിയാ ലാസ്റ്റ് നോക്കാന്നേ. എന്ത് വേറെ മണം തോന്നുന്നതാണ്. അവിടെ വെക്കേ, അത് ഇരിക്കട്ടെ. ചിലപ്പോ അങ്ങനെ ഇരുന്ന് മണം നല്ല സെറ്റായി വരും. നമുക്കപ്പോ മറ്റേ കപ്പലിന്റെ ഓർക്കാം. എന്തായാലും മേലിടാം. വാ. അതെ, ഇപ്പൊ കപ്പലിന്റെ ഓർക്ക അതവിടെ വെക്കേ. കപ്പലിന്റെ ഓർക്ക കളർ മാറാത്ത അവിടെ വെക്ക് ചെഫേ. നമുക്ക് തേങ്ങാപ്പാലല്ലേ കഴിഞ്ഞു. ഈ കപ്പലിന്റെ വർക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് അതിലേക്ക് നമ്മൾ ഇനി ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുന്തിരി, ഉണക്കമുന്തിരിയും കപ്പലണ്ടിയാണ്. കപ്പലണ്ടിയല്ല, കശുവണ്ടിയിട്ട് ആഡ് ചെയ്യേണ്ടത്. ഒന്നെടുത്ത് സ്റ്റോക്കില്ല. നമ്മൾ വെറൈറ്റി ആയിട്ട് നമ്മുടെ കപ്പലണ്ടി ട്രൈ ചെയ്യാൻ പറ്റും നോക്കണം. ഞാൻ ടേബിളിൽ കഴിക്കണം. ഇനിയുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ കപ്പലണ്ടി തൊലിയൊക്കെ കളഞ്ഞിട്ട് റെഡിയാക്കാനുള്ള പ്രോസസ്സാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മുടെ അസിസ്റ്റന്റ് അത് വറുത്ത് റെഡിയാക്കി നല്ല ഇതിലിട്ടിട്ട് ബട്ടറിലിട്ടാം, നെയ്യിലിട്ട് വറുത്ത് റെഡിയാക്കി സെറ്റാക്കാം. അപ്പോൾ ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കാം. ഔട്ടർ പറഞ്ഞോ? ഔട്ടർ പറഞ്ഞാൽ പറയാം. കഴിഞ്ഞ പ്രാവശ്യം എന്താ പറയാം? ഇതാ പറയാം. ചീറ്റി പോയിന്നാ തോന്നുന്നത്. ഞാൻ പ്ലാസ്റ്റർ ഓഫ് പാരീസും മറ്റേ ഗോതമ്പ് മിക്സ് ചെയ്ത് സെറ്റ് ആവുന്നില്ല. അതിങ്ങനെ കുഴമ്പ് രൂപം പോലെ വിചാരിക്കും. ഞാൻ വിചാരിച്ചത് ഒഴിച്ചോടെ തന്നെ കട്ടിയാകുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നെ. എന്താവുന്ന ഒരു ഐഡിയ ഇല്ല. സാധാരണ ഗോതമ്പ് ഭയങ്കര ബ്രൗൺ കളറല്ലേ? അത് കുറച്ചേരം കളർ മാറുമായിരിക്കും. കഴിക്കില്ലേ അത് സെറ്റാവട്ടെ. അവിടെ കൊണ്ട് വെക്ക ടേബിളുമേ. കഴിക്കണ്ട, എന്നിട്ട് കഴിക്കേണ്ടത് ഫുഡല്ലേ? വേണ്ട, കഴിക്കണ്ട. ഇതിന് വേറെ മണോ? സത്യം പറഞ്ഞില്ല. പ്രാങ്ക് നോക്കി എന്ത് വെച്ചിട്ട് പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ പൊടി എന്നിട്ട് തലയെക്കൂടെ ഒഴിക്കും. ഞാൻ ഫുഡ് വെച്ചിട്ടാണ് കളിക്കണം. നീ ഇത് ഞാൻ തന്നെ കൊണ്ട് തിന്നിപ്പിക്കും. ചിരിക്കേ, എത്ര പേർക്ക് ഫുഡ് കിട്ടാണ്ടിരിക്കണേ? ഞാൻ അതുകൊണ്ടല്ലേ ഫുള്ള് ഗോതമ്പ് എടുക്കണ്ട, കുറച്ച് എടുപ്പിച്ചത്.
നിന്റെ കൈ കാണിച്ച എന്റെ ഏത് കൈ ഓടിക്കണ്ട. പിന്നെ വീഡിയോ എടുത്തോണ്ടിരിക്കണ വീഡിയോ വരട്ടെ. അത് വേണ്ട വീഡിയോ കാണണ്ട. എന്റെ മോളെ നിനക്ക് എന്തൊക്കെ രീതിയിൽ എന്നെ പറ്റിക്കാം? ഇൻട്രസ്റ്റിംഗ് ആണെന്ന് വിചാരിച്ചപ്പോ ഞാൻ വിചാരിച്ചെന്നറിയോ, മറ്റേ വീഡിയോയിലൊക്കെ കണ്ട പോലെ ഇതിങ്ങനെ കുത്തി നിൽക്കും, സ്റ്റക്കായി നിൽക്കും, പാത്രത്തിൽ എടുക്കാൻ പറ്റാത്ത പോലെ എന്നാ വിചാരിച്ചേ. പക്ഷെ ഇത് വർക്കൗട്ട് ആയില്ല. അതിനെ കുറച്ച് മണലെടുത്ത് കൊടുത്താൽ പോലെയായിരുന്നില്ലേ പുറത്തുനിന്ന്? ഈ ഫുഡ് വേസ്റ്റ് ആവശ്യമുണ്ടായിരുന്ന ഞാൻ കാര്യം പറയട്ടെ, അവിടെ ക്യാമറ വെച്ചിട്ടുണ്ട്, എല്ലായിടത്തും ക്യാമറ ആയിരിക്കും. നാട്ടുകാരെ കണ്ടോ, എൻ്റെ വൈഫ് എൻ്റെ ഇവിടെ വേറെ ക്യാമറ ഉണ്ട്. ഓക്കെ, ആ ക്യാമറയിൽ ഷൂട്ട് ചെയ്തിരുന്നത്. എന്നിട്ട് പറഞ്ഞിരുന്നത് ഇന്ന് മറ്റേ അടപ്രഥമന മറ്റേ ഗോതമ്പ് പായസം ഉണ്ടാക്കാന്നാണ് പറഞ്ഞിരുന്നത്. 2 ക്യാമറയിൽ എടുക്കാം, വേണ്ടവണ്ണത്തിൽ മതി. എന്നിട്ട് ഇപ്പൊ എന്തായി? സ്ഥലം കണ്ട എന്താ അവളെ കൊണ്ട് തിന്നിപ്പിക്കണ്ടേ? ജെഫിൻ ഫാൻസ് എന്നെ കൊല്ലരുത് പ്ലീസ്. ജെഫിൻ ഫാൻസ് അല്ല ഇത്, ആൾക്കാര് ഫാൻസ് മാത്രമല്ല ഇതിന് മേലെ ആൾക്കാർ പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ ചില്ലി ചിക്കൻ ഉണ്ടാക്കാണ്ട് ഗോതമ്പ് പായസം ആക്കിയത്. എന്തൊക്കെയുള്ള ചെയ്തുകൊണ്ടാണ് പ്രാങ്കി പ്രാന്തിത്തി ചെയ്യുന്നുണ്ട്. ചിരിക്കണ്ട, മര്യാദക്ക് ഞാനിപ്പം കശുനണ്ടി ഇതും വാങ്ങിട്ട് വരും. നീലാന്നല്ല പറഞ്ഞേ, അത് വാങ്ങിട്ട് വരും, അത് ഉണ്ടാക്കുക. എനിക്ക് എന്നിട്ട് രാത്രി കുറേക്കാളും മുന്നേ കുടിക്കണം. ഞാൻ ഉണ്ടാക്കി തരാം. ഞാൻ ഗോതമ്പൊക്കെ മാറ്റി വെച്ചു, പഞ്ചസാര ശർക്കര പാനി മാറ്റി വെച്ചു. അങ്ങനെ ആ പ്രാങ്ക് വിജയകരമായി ചീറ്റിപ്പോയിരിക്കുകയാണ് സഖാക്കളെ. വിജയകരമായി ചീറ്റിപ്പോയിരിക്കുകയാണ് സഖാക്കളെ. എന്നെ ആരും കമന്റിൽ പോകാനായിട്ട് പ്ലീസ്. ഈ കൈകുപ്പി നിൽക്കുന്ന ഈ ദുഷ്ടത്തെ നിങ്ങൾ ശപിച്ചോളൂ. മൈ ഫാൻസ് ആൻഡ് ഫ്രണ്ട്സ്, കണ്ടില്ലേ ഒരു പ്രാങ്ക് ചെയ്യാൻ നോക്കി ചീറ്റിപ്പോയി നിൽക്കണ എൻ്റെ ഭാര്യ പ്രാങ്കി. ഭാഗ്യം ചിരിക്കുക. എന്നിട്ട് എൻ്റെ തൊണ്ടരുള്ളിൽ പോയിട്ട് ഇതായിരുന്നെങ്കിലാ ഡ്യൂപ്ലിക്കേറ്റ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ്. ആ പെട്ടിക്കകത്ത് നീ പെട്ടിയുടെ ഇതാണ് തൊണ്ടി. എന്നെ കൊണ്ട് ഈ സാധനം വാങ്ങിപ്പിച്ച് സാമിന് കളിക്കാനുള്ള സാധനം എന്താ പറയുക വേണമെന്ന് പറഞ്ഞിട്ട് ഇവർക്ക് ക്രാഫ്റ്റ് ചെയ്യാനുണ്ട്, ഒലക്കയുടെ മൂഡ് ചെയ്യാണ്ടെന്നുണ്ട് എന്നെ കൊണ്ട് വാങ്ങിപ്പിച്ചാണ്. ആഴ്ചയിൽ ഞാൻ വാങ്ങുന്നുണ്ട്. ഓക്കെ, കളർ പെൻസിലും സ്കെച്ചൊക്കെ വാങ്ങുന്നുണ്ട്. ഞാൻ വിചാരിച്ചെന്താ ആയിരിക്കും. മൂന്നല്ല, ഈ കൊറോണ സമയത്ത് 3 എന്താ പറയുക മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് അവിടെ കിട്ടാണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് വാങ്ങി. ഇവിടുത്തെ ഒരു സംഭവം സെറ്റ് ആവണമെന്നില്ല. ഫുഡ് വേസ്റ്റ് ചെയ്തിട്ട് ഞാൻ വേസ്റ്റ് ചെയ്തില്ല. അത് ഫുള്ള് ഗോതമ്പ് വീട്ടിൽ തന്നെ ഉണ്ട്. ഞാൻ ഇത് വെച്ച് പായസം ഉണ്ടാക്കി വയറ് മൊത്തം തരില്ലായിരുന്നു. നമ്മൾ സ്നേഹിച്ചു ഇന്ന് മിക്കവാറുള്ള സ്നേഹിക്കും ഞാൻ പായസം റെഡി ആയില്ലെങ്കിൽ. കഴിഞ്ഞ വീഡിയോൻ്റെ കമൻസിൽ ഞങ്ങളുടെ കുറേ പേര് ഹായ് പറയാൻ പറഞ്ഞു. അപ്പോൾ അതിൽ കുറച്ച് പേരുടെ പേരുകൾ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ആളുടെ പേര് സിൻസൺ ഡി സെബാറ്റോ, പിന്നെ ഫസീല കഞ്ഞങ്ങാട് ഹായ് പറയാൻ പറഞ്ഞായിരുന്നു, പിന്നെ അസ്ന സിദ്ദിഖ്, പിന്നെ ഉള്ളത് ഷമ്മ, പിന്നെ ഐഡൻ, അതായത് റൂമിയുടെ സണ്ണാണ്, ഐഡന് ഹായ് പറയാൻ പറഞ്ഞായിരുന്നു. പിന്നെ എവന്യയ്ക്ക് ഹായ് പറയാൻ പറഞ്ഞായിരുന്നു. എവന്യ ശരണ്യയുടെ മകളാന്ന് തോന്നുന്നു. ഓക്കെ, പിന്നെ യുനെസ് കെ. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ബിഗ് ഹായ്, കീപ്പ് ഇൻ ടച്ച്.
അപ്പോൾ ഇനി ഞങ്ങൾ വ്ളോഗുകൾ ചെയ്യുമ്പോൾ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു ഗിഫ്റ്റായി. ഇതായി പായസം വരുന്നുണ്ട്, സംഭവം വരുന്നുണ്ട്. പ്ലാസ്റ്റർ ഓഫ് പാരീസിനകത്ത് നല്ല ശുദ്ധമായ പായസം. ഇല്ലടക്ക ഇല്ല ചേട്ടാ, കുടിക്കാന്ന് വിശ്വസിക്കുന്നു. കണ്ടില്ലേ, അത് തെറ്റിയെങ്ങാനും കഴിച്ചെങ്കിൽ എൻ്റെ കുടലൊട്ടിപ്പോയാൽ. ഇല്ലല്ല, ആ പ്ലാസ്റ്റർ ഓഫ് പാരീസ് അതിന് 2 ആഴ്ച കൂടി കിട്ടാൻ അപ്പോഴേക്കും നമ്മൾ ഡോക്ടർ കിട്ടിയിട്ടുണ്ടാവും. എങ്ങനെയുണ്ട് മധുരം വേണം? മധുരം കൂടുതലൊന്നുമല്ല. ഓക്കെ, ഗുഡ്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് അടിക്കാനോ ഡിസ്ലൈക്ക് അടിക്കാനോ മറക്കരുത്. കമൻറ്റുകൾ പോന്നോട്ടെ, തുരിതര പോന്നോട്ടെ. ഞങ്ങൾ നിങ്ങളുടെ കമൻറ്റുകൾക്ക് റിപ്ലൈ അയക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത ബ്ലോഗിൽ സന്ധിക്കുന്നവരെ വണക്കം. ഇവിടെ പറയുന്നത് ജെഫിൻ. അപ്പം ഞങ്ങൾ പായസം കഴിക്കും. Cheers.